അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിളാണ്. അതിൻ്റെ കുറച്ച് ഡിസൈൻ ബോൾസ് എത്തിയിട്ടുണ്ട്. അത് വെച്ച് ഇതുവരെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളത് വള തയ്ച്ചാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നത്തെ വളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വള തയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അക്ഷയ തൃതീയൊക്കെ വരികയല്ലേ. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ട് സ്വർണ്ണക്കടയിൽ പോയി കിടന്ന് തെള്ളും, കടം വാങ്ങിച്ചു, എല്ലാം എങ്ങനെയെങ്കിലും സ്വർണ്ണം അങ്ങോട്ട് ആ ദിവസം അങ്ങോട്ട് കൈകളിൽ എത്തിയില്ലെങ്കിൽ എന്തോ കുഴപ്പം വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് പണയം വെക്കാനല്ലാതെ വേറെ എന്ത് പറയാനോ എനിക്കറിയത്തില്ല. അത് തന്നെ ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വെച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അത് തിരിച്ചെടുക്കുന്ന പരിപാടിയില്ല. അതേസമയം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ടൊക്കെ പോവാം. സ്വർണ്ണത്തെ വെല്ലുന്ന വളകളല്ലേ നമ്മളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്, ഡ്രസ്സിനനുസരിച്ചും ഇതൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വളയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ശരിക്കും നമ്മൾ ചോളം റൈസ് ബീഡ്സ് എന്ന് ഞാൻ പേരിട്ടിരിക്കുകയാണ്. കരിച്ച ചോളത്തിനെ പോലാണ് ഇതിരിക്കുന്നത്. അത് നമ്മൾ കടിച്ചൊക്കെ തിന്നില്ലേ ആ മണികളൊക്കെ, അതുപോലെ തന്നെ ആ ബീഡ്സ് ഇരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഒരു വള ചെയ്യുന്നതാണ്. ഇതാണ് സംഭവം വള. സൈഡിലൊക്കെ നമ്മൾ ബ്ലാക്ക് ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറെ ഒന്നുമില്ല. ഇത് 2 ഐറ്റംസ് മാത്രമാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ ബോൾസിൽ ഒരുപാട് ഡിസൈനുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വളയുടെ സൈസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് മോതിരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതുവരെ മോതിരം കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ആ ബീഡ്സ് വെച്ച്, ഗോൾഡൻ ബീഡ്സ് വെച്ച് നമുക്ക് മോതിരങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തേന് നമുക്ക് ബോൾ ചെയിൻ വളകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. 24 ആണ് ഞാൻ എടുത്തേക്കുന്നത്. അവനവൻ്റെ കൈയുടെ അളവനുസരിച്ച് ഓർഡർ ചെയ്യുക. ഇതിപ്പം എല്ലാവർക്കും 24 പറ്റില്ലല്ലോ. 26, 28 ഇങ്ങനെയൊക്കെ പോകും. 3mm ഒപ്പേ ക്രിസ്റ്റലാണ് എടുത്തേക്കുന്നത്. 3mm ക്രിസ്റ്റലും നല്ലതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിത് കാണാൻ ഭംഗി കൂടുതലായതുകൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നൂല് സൂചിയൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതെന്ത് പൗഡർ, ഇതെന്താണെന്ന് മനസ്സിലായോ? എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ, എന്നെ ആരും പിടിപ്പിക്കരുത്. ഇതെന്തിനാണെന്ന് അറിയാൻ വെച്ചേക്കുന്നത്, MDMA ഒന്നുമല്ല കേട്ടോ. ഇത് സംഭവം പൗഡറാണ്. അതായത് പശയൊക്കെ നമ്മളിങ്ങനെ തേച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൈ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ചുരണ്ടിയിരിക്കണം. അതിനേക്കാളും നല്ല അതെല്ലാം ഇത് തേച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിനെ മാറ്റി വെച്ച് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീട് ഇത് വെച്ച് എല്ലാം കളയാമോ. പൗഡർ വെച്ച് തേക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടുമില്ല. പക്ഷെ അത് നിങ്ങൾ ഇതിലേക്ക് പൗഡർ തേച്ചാൽ അത് പിന്നെ ഇത് വിട്ടു പോകും. അതുകൊണ്ട് ആ ഒരു സ്റ്റിഫ്നെസ് മാറിപ്പോവും. അത് വേണ്ട, നമ്മുടെ കൈക്കാണത് ആവശ്യം, നൂലിനല്ല ആവശ്യം. അപ്പോൾ ഇങ്ങനെ എടുക്കാം. ഇവിടെ ഒരു മരമുണ്ട്. ആ മരത്തിൽ ഒരുപാട് കുഞ്ഞു കിളികളുണ്ട്. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കിളികളുണ്ട് കേട്ടോ. അവർ ഭയങ്കര ബഹളമാണ്. എന്തെല്ലാം കിളികളാണ് ഇവിടെ വരുന്നതെന്നറിയാമോ? കാരണം ഇതിലൊരു ചെറിയ കാകളുണ്ടല്ലോ, അത് ഞാനും തിന്നും കിളികളും തിന്നും. പക്ഷെ അതിൻ്റെ കായ ഭയങ്കര ചെറിയൊരു മധുരമുണ്ട്. അത് ഈ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതി അനുഗ്രഹിച്ച് കിളികൾക്കും മറ്റ് മൃഗാദികൾക്കൊക്കെ പക്ഷികൾക്കൊക്കെ കൊടുത്തേക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ആ ഫ്രൂട്ട് അവർ മാത്രമല്ല ഞാനും തിന്നും. അപ്പോൾ എനിക്ക് മുൻപേ വന്നിരുന്ന് തിന്നുകയാണ് കണ്ടോ. എൻ്റെ കൈയെത്തുന്ന ദൂരത്തൊക്കെയുള്ളതെല്ലാം ഞാൻ പറിച്ച് തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ അതാ 2 സൂചി നൂലും നേരത്തെ കൊരുത്ത് വെച്ചതെടുത്തു. ഇനി നമ്മുടെ കയ്യിൽ പശയെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല. ഒരു ടിപ്പാണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ്. പുതിയ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു ടിപ്പാണെന്ന് വിചാരിച്ചാൽ മതിയേ. ഈ ഒരു ബീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തയ്ക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇതൊരു ഒറ്റ ഹോളായുള്ളൂ. ശരിക്കും 2 ഹോളുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തയ്ക്കാം. പക്ഷേ ഞാൻ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തയ്ക്കേണ്ട ആവശ്യമില്ല. തലേദിവസം തന്നെ ഒട്ടിച്ചങ്ങ് വെച്ചേക്കാം. പൊട്ടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പോഴേ എടുത്ത് കൈ കയറ്റിയിടരുത്. ഇത് ഒരു ദിവസം ഇരുന്നാലേ നല്ലവണ്ണം സ്റ്റിഫായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കത്തുള്ളൂ, ഊരി വരാതിരിക്കത്തുള്ളൂ. നമ്മുടെ പശ ഇത് തന്നെയാണ്, 7000 തന്നെയാണ്. അപ്പോൾ ഹോളിൽ കയറിയല്ലോ, ഇതാ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഒറ്റ ഹോൾ വഴി കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 2 ക്രിസ്റ്റൽ ഇടുക, അപ്പുറം ഇപ്പുറം. ഇതൊന്നും ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല, കാരണം വെച്ചാൽ നിങ്ങൾക്ക് കാണണ്ടേ. ഇട്ടല്ലോ, ഒത്തിരി ദിവസമായില്ലേ നമ്മൾ വളകളൊക്കെ ചെയ്തിട്ട്. ഇങ്ങനെ വന്നല്ലോ. ഇനി ഈ ഗോൾഡൻ ബീഡ് ഇടുക, ക്രോസിങ്. ഇങ്ങനെ ഇട്ട ഗോൾഡനെ ക്രോസിങ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക, ക്രോസിങ് ചെയ്യുക.
ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ക്രോസിംഗ്. ഇതിൻ്റെ എളുപ്പവഴിയും പറഞ്ഞുതരാം. ആദ്യം ഞാൻ വളഞ്ഞ വഴി കൂടെ അങ്ങോട്ട് പോട്ടെ. ക്രോസിംഗ് വരുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ വരും, കണ്ട ഇങ്ങനെ വരും. ഇതിനി നമുക്ക് എളുപ്പവഴി ചെയ്യാം. ഇതിപ്പോൾ എളുപ്പവഴി അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഒരു ടെസ്റ്റ് കൂടി ഞാൻ നടത്തിയിട്ട് ഇനി വീണ്ടും 2 നൂലിലും ഓരോ ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കണം. ഈ ക്രിസ്റ്റൽ എന്തിനാണ് ഇടുന്നതെന്ന് അറിയാമോ? നമ്മൾ ഈ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നൂല് കാണാൻ പറ്റും, ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയേക്കുന്നത്. അതിനെ ഒന്ന് ഒഴിവാക്കാനും കുറച്ച് സൗന്ദര്യം കൂട്ടാനും വേണ്ടിയാണ് ഈ ക്രിസ്റ്റൽ ഇട്ടേക്കുന്നത് കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് ഇടാവൂ. എന്നിട്ട് ഈ സൂചി എടുക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഇതുവഴി ക്രോസ് ചെയ്യുക, ഇതാ ഇങ്ങനെ അങ്ങോട്ട് പോവുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിപ്പോൾ ലൂസായിട്ട് തന്നെ കിടക്കും. കാര്യം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഇതേ രീതിയിൽ നമുക്ക് മാലയും ചെയ്ത് പോകാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഇങ്ങനെ ലൂസാകാതിരിക്കാൻ നമ്മൾ ഇടയ്ക്ക് ശകലം ഒന്ന് ഇച്ചിരി പശ തേച്ച് കൊടുത്താൽ അവിടെ ടൈറ്റായിട്ട് ഇതിരുന്നോളും. ഇങ്ങനെ ഒന്ന് തേച്ച് പോവുക. അപ്പോഴാണ് നമ്മുടെ ഈ സാധനത്തിൻ്റെ ഉപയോഗം വരുന്നത് കേട്ടോ, പൗഡറിൻ്റെ ഉപയോഗം വരുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഈ പൗഡർ വെച്ചേക്കുന്നത് കേട്ടോ. ഇത് പൗഡറാണേ. അല്ലേ പിന്നെ ആരും പോയി പറയല്ല, അയ്യോ ചേച്ചി അവിടെ താണ്ടേ എന്തൊക്കെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഇനി അടുത്ത നമ്മൾ എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്രിസ്റ്റലിട്ട്, ഒരു ബീഡ്, ഒരു ഗോൾഡൻ ഇട്ട്, അടുത്ത വീണ്ടും ക്രിസ്റ്റൽ ഇട്ട്, ഇങ്ങനെ നിങ്ങളൊരു 10 എണ്ണം അങ്ങോട്ട് ഇട്ട് പോയിട്ട് ക്രോസ് ചെയ്യുക. മിസ്റ്റേക്ക് വരരുത്, തെറ്റരുത്. നോക്കിയും കണ്ട് വേണം ഓരോന്ന് ചെയ്യാൻ. ഒരു ക്രിസ്റ്റൽ ഒരു ഗോൾഡൻ, ഒരു ക്രിസ്റ്റൽ ഒരു ഗോൾഡൻ, ഈ ക്രമത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും മിസ്റ്റേക്ക് വരും. ഈ പറയുന്ന എനിക്കും മിസ്റ്റേക്ക് വരും. ശ്രദ്ധ അല്പം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ മിസ്റ്റേക്കും വരും. അത് ഇതിന് മാത്രമല്ല, എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊക്കെ മിസ്റ്റേക്ക് വരും. ശ്രദ്ധ എപ്പോഴും അതിനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പോകേണ്ടത്. വാചകം അടിക്കണം, കാര്യങ്ങളൊക്കെ നടക്കണം, പക്ഷേ സംഭവം കറക്റ്റായിരിക്കണം കേട്ടോ. ഇപ്പം ഞാൻ വാചകം അടിച്ചുകൊണ്ടിരുന്ന ഒന്നും കൂടി കയറി കേട്ടോ. ശ്രദ്ധ വളരെ കുറഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിൻ്റെ സന്തോഷമൊക്കെ ഞാൻ ആൾക്കാരെ കണ്ടു. എനിക്കും ഭയങ്കര സന്തോഷമായി. ഒരിക്കൽ മടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ വരാനേ തോന്നില്ല. അതാണ് ഒരു പ്രശ്നം. മടിയില്ലാതെ നമ്മൾ വന്നു പോകണം. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പോലെ. ഒരിക്കൽ നമ്മൾ സ്കൂളിൽ പോകാൻ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ മടിയല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. പിന്നെ എനിക്കിങ്ങോട്ട് വരാനേ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ ഇത്ര എടുത്ത് വെച്ചേക്കാണ്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വൺ സൈഡിൽ നമ്മൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം, ഇവിടെ ഒന്നും ഇടേണ്ട കാര്യമില്ല. പകരം ഈ ഒരു ക്രിസ്റ്റൽ ഇടുക. ദാ നോക്കൂ, ഇത് രണ്ടും എന്നിട്ട് ഇത് ക്രോസ് ചെയ്യുക. ഇത് മാത്രമാണ് നമ്മുടെ പണി. ഇനി അങ്ങോട്ട് ദാ ക്രോസ് ചെയ്ത് പോവുക. ഇത് കണ്ട ഇങ്ങനെ വരുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ക്രിസ്റ്റലിട്ട് ക്രോസ് ചെയ്ത് പോകാം. ഇവിടെ തൊടരുത് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. അതിനെടുത്ത് തിരിച്ച് വെക്കുക, നമ്മളെ ഭാഗത്തേക്ക് ആക്കി വെക്കുക. അത് വന്നെന്തായാലും തിരിഞ്ഞ് കിടക്കത്തൊന്നുമില്ല. തിരിഞ്ഞ് കിടക്കുന്നത് തെറ്റായ വശത്ത് കിടക്കുമ്പോൾ നമ്മൾ തിരിച്ച് വെക്കുക. ഉണ്ടല്ലോ ക്രോസിങ്. ഇതുപോലെ അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുക. നല്ല രസമല്ലേ? ഇത് മാലയ്ക്കും അടിപൊളിയായിരിക്കും കേട്ടോ. ചോക്കർ മാലയ്ക്കും നല്ലതാണ്, ലോങ് മാലയ്ക്കും നല്ലതാണ്. നല്ലൊരു ലോക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഫുൾ വർക്ക് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് നമുക്ക് വേറെ കാര്യങ്ങൾ പറയണ്ടേ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ? എൻ്റെ കമൻസിനകത്ത് ഞാൻ കമൻസ് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡൈയുടെ കാണിച്ചിരുന്നല്ലോ. ഡൈ വളരെ പ്രതീക്ഷയോടാണ് ഞാനും ആ ഡൈയൊക്കെ കാണിക്കുകയും ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അത് സംഭവം കൊള്ളാം. ഒരാൾ ചോദിച്ചിരുന്നു, ചേച്ചി അതെന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാനുള്ള ആഗ്രഹം, അവർക്കെന്നല്ല എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹം, എനിക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പലരുടെ വീഡിയോകൾ ശ്രദ്ധിച്ചു അതിന് ശേഷം.
ശ്രദ്ധിച്ചപ്പം എല്ലാവരും കാണിക്കുന്നത് എന്താണെന്നറിയാമോ, അവരിതെല്ലാം ചെയ്തിട്ട് കൈ നല്ലവണ്ണം തേച്ച് വെള്ളത്തിൽ നനച്ചും ഒക്കെ കാണിക്കുമ്പോഴും എല്ലാം കറക്റ്റ് ഇരിപ്പുണ്ട്. സംഭവം ഒക്കെയാണ്, കറക്റ്റ് ഇരിക്കും. പക്ഷേ അത് തലമുടിയിൽ ഇരിക്കണമെന്നൊന്നുമില്ല. കയ്യിലിരിക്കും, തലമുടിയിലും ഇരിക്കും എപ്പോഴും. അത് കംപ്ലീറ്റ് എണ്ണയിലാണ് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്നത്. അതെങ്ങനെ വെള്ളം നനച്ചാൽ പോകുന്നത്? തലയിൽ തേച്ചാലും പോവില്ല. പക്ഷേ എത്ര ദിവസം നമ്മളത് തലയിൽ വെച്ചുകൊണ്ട് നടക്കും? ഈ എണ്ണ മെഴുക്ക് കിടക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷാമ്പു ഇടുമ്പോൾ സംഭവം പമ്പ കിടക്കും. സത്യമായ കാര്യമാണ്. ഇത് എൻ്റേതല്ലെന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് മറ്റൊരാളുടെ വീഡിയോ കണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തത്. നമുക്കൊക്കെ കുട്ടി നരകൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാവർക്കും കുട്ടി നരകളുണ്ടല്ലോ. അതിന് ഒരു മാർഗം ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്ത് നിങ്ങളേക്കൊന്ന് കാണിച്ചതാണ്. പക്ഷേ അത് ഞാൻ പറയുന്നു സക്സസ് അല്ല. എല്ലാവരും പറയുന്നുണ്ട് ഈ ലോകത്ത് എന്തൊക്കെ മരുന്നുകളാണ് ഈ ഓരോരുത്തർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അത് മതി, ഇത് തേച്ചാൽ മതി, വെളുത്തുള്ളിയുടെ ചാറ് മതി, അല്ലെങ്കിൽ നരമാറ, എനിക്കറിയത്തില്ല. ഇനി തേക്കാനായിട്ട് ഇനി ഞാൻ നോക്കിയിട്ട് യൂട്യൂബിനകത്ത് വരാൻ ഈ നരം മാറ്റണമെന്ന് കണ്ടുപിടിക്കാൻ ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ മിക്സ് ചെയ്യാൻ. ബാക്കി എല്ലാവരും പലതും കാണിച്ചിട്ടുണ്ട്, ആർക്കും മാറിയിട്ടുണ്ട്. ഒരിക്കലും പ്രകൃതി നമ്മുടെ സ്കിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തും ചെയ്ത് പ്രായത്തെ കുറയ്ക്കാം. പക്ഷേ നരയുടെ അടുത്ത് വിലയൊന്നും കാണിക്കാൻ പറ്റില്ല. നര അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ തൽക്കാലത്തേക്കൊക്കെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ ഗുണമൊന്നുമില്ല കേട്ടോ. അപ്പോഴേ നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വർക്ക് മുന്നോട്ട് നീങ്ങത്തില്ല, ശ്രദ്ധ മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാമേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല കണ്ടോ, ഇത് ലൂസ് ആകാതിരിക്കുന്ന കേട്ടോ. അത് നമ്മൾ പശ തേക്കുന്നുണ്ടാണ്. ഈ മുൻപേ എന്നുമല്ല, ഇവിടെ എത്ര ഇങ്ങനെ പശ തേച്ച് പോവും. അപ്പം നല്ല ടൈറ്റായിട്ടിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇത് പശ തേച്ചിട്ടുണ്ട്. പശ തേക്കാൻ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാരണം അത് ഇരിക്കത്തില്ല. അതുകൊണ്ട് പശ തേച്ച് വരുമ്പോൾ ഇവർ ഇരിക്കുന്ന കേട്ടോ, അടങ്ങിയിരിക്കും. ഇപ്പം കണ്ടല്ലോ, ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത്, അഥവാ നമ്മളിതിപ്പോൾ നിങ്ങൾ ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പ്രകാരം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് ഇവിടെ അടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണം. നമുക്ക് വീണ്ടും ക്രോസ് ചെയ്ത് കയറ്റി എടുക്കാനുള്ളതേ ഉള്ളൂ. ഒരു വീടാണോ 2 വീടാണോ ആവശ്യം നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നല്ലോ ആദ്യം കൊണ്ടുവന്ന് വെച്ചത്. 2 ക്രിസ്റ്റൽ ഇട്ടിരുന്നില്ലേ, ആ ക്രിസ്റ്റൽ വഴി കയറണം കേട്ടോ, എങ്കിലാണ് അത് അടുക്കത്തുള്ളൂ. നിങ്ങൾ കുറച്ച് ഉണങ്ങാനുള്ള സമയം കൂടി കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ ഇത് കറക്റ്റ് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉടനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലൂസാകുകയൊക്കെ ചെയ്യും. അത് വേണ്ട, നമ്മളിങ്ങനെ പശ തേച്ചിട്ട് അതിൽ തന്നെ വെച്ചേക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആ പറഞ്ഞില്ലേ ലാസ്റ്റ് വരുന്ന 2 ക്രിസ്റ്റലിനകത്തൂടെ സൂചി 2 കൂടെ കയറ്റി വയ്ക്കുക. അപ്പോഴാണ് വലിക്കുമ്പോഴാണ് ഇത് ടൈറ്റായി നല്ല അടുത്ത് വരുന്നത്. അതിന് മുൻപേ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വരില്ല. വെച്ച് അപ്പോഴും അടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് നൈസായിട്ട് ഊരിയെടുക്കുക, സൂചി തിരിച്ചൂരിയെടുക്കുക. അതിനുശേഷം വീണ്ടും ക്രോസ് ചെയ്ത് നമുക്ക് ഒരു ബീഡ്സ് കൂടെ ഒരു ഗോൾഡൻ ബീഡ് കൂടെ ഇടണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചേർക്കാം. വീണ്ടും ആ ക്രിസ്റ്റൽ വഴി കയറിയാൽ മതി. അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിലപ്പോൾ ഗോൾഡൻ ബീഡ്സ് ഇത്രയും വേണ്ടാന്നായിരിക്കും ചിലർക്ക് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 4 എണ്ണം ഇതുപോലെ അടുപ്പിച്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് ഇതിപ്പോൾ നമ്മൾ 3mm ക്രിസ്റ്റലല്ലേ എടുത്തേക്കുന്നത്, അപ്പോൾ 3mm ആണ് എടുത്തേക്കുന്നത്. അടുത്ത നമുക്ക് കൊടുക്കേണ്ടത് 6mm ബീഡ്സ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ദൂരെ ഇത്രയും വരെ ഒരു 3-4 ക്രിസ്റ്റൽ 6mm കൊടുക്കുക. കാരണം 3mm ഇടരുത്, കാരണം ആ ഹോള് കാണാൻ പറ്റും, ചെറിയതല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഗോൾഡ് കുറച്ച് പോകാൻ പറ്റും. അപ്പോൾ അത് കാണാൻ കുറച്ച് ലുക്ക് കൂടുതലുമായിരിക്കും. അങ്ങനെ ഇതിന് ഒരു ദിവസം മൊത്തം ഉണങ്ങാൻ അങ്ങ് വെക്കുക. ചുമ്മാ എടുത്ത് ചാടിക്കയറി എടുത്തിട്ടുകൊണ്ട് എവിടെയും പോകരുത് കേട്ടോ. ഈ ഓരോ ക്രിസ്റ്റലിൻ്റെ ഇടയിൽ കൂടെ 2 സൂചിയും കയറ്റി വിട്ടിട്ട് ഒരു കുറച്ച് 2-3 പ്രാവശ്യം കയറിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങുക. 2 സൂചിയുടെ ഒരു ഹോൾ വഴി ഇറങ്ങിയിട്ട് അവിടെ ഒരു കെട്ടങ്ങ് കെട്ടിയാൽ മതി. സംഭവം തീർന്നു. ഇതൊന്നും ഒരു പ്രശ്നവും വരില്ല. ഞാനാണ് ഈ വളയ്ക്ക് ഒരു കെട്ട് പോലും ഇട്ടിട്ടില്ല. ഇത് കണ്ടോ, നിങ്ങൾ ആ ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കെട്ട് പോലും ഞാൻ ഇട്ടിട്ടില്ല, ഇറക്കിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവിടെ വെച്ച് തന്നെ ഫിനിഷ് ചെയ്ത് വിടുക. നല്ല സ്ട്രോങ് ഇട്ടിരിക്കുകയാണ്. അത്ര നല്ല പശയാണ് ഈ പശ. പിന്നെ അടുത്തത് പറയാനുള്ളത്, ഇതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അടുത്ത പറയാനുള്ളത് നമ്മുടെ ബാഗിൻ്റെ കാര്യമാണ്. ബാഗ് ഇപ്പോൾ ഓഫ്ലൈൻ എനിക്കിവിടെ പഠിക്കാൻ ആളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ
ഓൺലൈൻ്റെ കേസ് പറയുന്നുണ്ടല്ലോ, ഓൺലൈനിൽ ഇത് കുറച്ച് താമസിക്കുക. കാണിച്ചാൽ സൂമിൻ്റെ ഒക്കെ ആൾക്കാരുമായിട്ട് നമുക്ക് ക്യാഷിൻ്റെ ഒരു ഡിലേ വരുന്നുണ്ട്, അത് സംസാരിച്ചൊക്കെ ഡിലേ വരുന്നുണ്ട്. അതൊരു കാര്യം. നമുക്ക് അതെല്ലാം കണക്കാക്കി റൂം ഒന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ഇത് മാത്രമല്ല, ബാഗ് മാത്രമല്ല, ഞാൻ ഓൺലൈനായിട്ട് ജ്വല്ലറി കൂടി പഠിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒറ്റ രീതിയിൽ നമ്മൾ ആ റൂം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്ക് സമയത്ത് നിങ്ങളൊക്കെ ക്ലാസ് തരാൻ പറ്റും. അതെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് മോളുടെ കല്യാണം ഇങ്ങെത്തി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ താമസം വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മോളുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കഴിഞ്ഞ ഉടൻ തന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും നിങ്ങൾ ജൂൺ തൊട്ട് നമുക്ക് ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ 75 പേര് നിലവിലായി കഴിഞ്ഞു. അവരെല്ലാം നമുക്ക് അഡ്രസ്സ് തന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി തുടർന്ന് എത്ര പേരുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. ഈ സാധനങ്ങൾ എൻ്റെ കയ്യിലെത്തിയാൽ മാത്രം പോരാ, ഇത് നിങ്ങളിലും എത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേരുണ്ടെന്നുള്ളത് അറിയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ജൂണോടുകൂടി തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ എന്തായാലും കറക്റ്റ് നമ്മൾ ജൂലൈ 1 തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഒരു ബ്രേക്ക് വരാതെ എനിക്ക്, അതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് വരും. അങ്ങനെ വന്നാൽ അത് ശരിയാവില്ല, എനിക്ക് ശരിയാവില്ല, നിങ്ങൾക്ക് ശരിയാവില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇനി കൂടുതൽ വല്ല വിവരങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓൺലൈൻ്റെ കാര്യം. പക്ഷേ നിലവിൽ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ബാഗിൻ്റെ ക്ലാസ് എനിക്ക് തിങ്കളാഴ്ച മുതൽ ക്ലാസ് ഉണ്ട് ഇവിടെ. കാരണം അത് എനിക്ക് അവർ ക്യാഷ് തന്നവരാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇത് കാണിക്കാൻ പാടില്ലല്ലോ. ശരിക്കും നമ്മളിത് 10-15 മിനിറ്റ് കൊണ്ടല്ല നമ്മളിത് ശരിയാക്കേണ്ടത്. ഇത് ഒരു ദിവസം തലേദിവസം അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ തലേദിവസം നമ്മൾ ചെയ്തിട്ട് ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ബാക്കി വർക്ക് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളതല്ല എങ്കിലും ഇവർ നന്നായിട്ട് അടുത്ത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എവിടെയാണ് ഇതിൻ്റെ പോയിന്റ് വന്നതൊന്നും ആർക്കും അറിയാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എൻ്റെ ഭാഗം ഭയങ്കര വൃത്തികേടായിരിക്കും. അത് കണ്ടുപിടിക്കരുത്, ഒരു മനുഷ്യന് പോലും കണ്ടുപിടിക്കാൻ പാടില്ല. അതൊക്കെയാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. അതിന് എന്ത് സംഭവമായാലും നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് വേണം ഓരോ സംഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വെറൈറ്റി ബീഡ്സുകളുണ്ട്, ചെറിയ ബീഡ്സുണ്ട്, അതിന് ഓരോ രീതിയിലുള്ളതാണ്. അപ്പം ഞാനിത് ഓരോ സമയം ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾക്ക് പാദസരങ്ങൾ കാണിച്ചു തരാം, മോതിരങ്ങൾ കാണിച്ചു തരാം, അങ്ങനെയല്ല ആ ബീഡ്സ് വെച്ചൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഓക്കെ.